ഇപ്പോൾ അവിടെയുള്ള എല്ലാ പേഷ്യൻറ്റിനെ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 ICU, ട്രോമ ICUയും സർജിക്കൽ ICUയിലുള്ള പേഷ്യൻസിനെ മാറ്റി കഴിഞ്ഞു. സേഫറായിട്ട് എല്ലായിടത്തും വെന്റിലേറ്ററോട് കൂടി തന്നെ മാറ്റി കഴിഞ്ഞു. തീപിടുത്തം ഉണ്ടായ സർജിക്കൽ ICUയില്ല, ഒരു വെന്റിലേറ്ററിലാണ്, 1ാം നിലയിൽ ഒരു വെന്റിലേറ്ററിലാണ്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വഴി പടരാൻ സാധ്യതകളുണ്ട്. അപ്പം തന്നെ അത് ഓഫ് ചെയ്ത് വെന്റിലേറ്ററിലുള്ള ഫയറാണ്. അപ്പോൾ അവിടെ പേഷ്യൻ്റൊക്കെ നമ്മൾ മാറ്റി ആ പേഷ്യൻറ്റിനെ എല്ലാവരും സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞു. വേറെ ICUയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി 7ാം വാർഡ് 8ാം വാർഡും 100ഓളം ബെഡ് നമുക്ക് എല്ലാം ICU സജ്ജമാക്കാൻ പറ്റുന്ന വാർഡാണ്. അപ്പോൾ അവിടത്തേക്കുള്ള അവിടെ സജ്ജീകരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇലക്ട്രിക്കൽക്കാരായിട്ടും PWDക്കാരായിട്ടും ഇപ്പോൾ മറ്റ് ഫ്ലോറുകളിലൊന്നും പ്രശ്നമില്ല. അവിടെ നിന്നും പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ തൽക്കാലം കാർഡിയോതൊറാസിക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേട്ടോ, ഈ ബ്ലോക്കിൽ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോറിലുള്ള എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. ആർക്കും ആപത്തില്ല, പൊള്ളലോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തീ പിടിച്ചത് ഫസ്റ്റ് ഫ്ലോറിലെ സർജിക്കൽ ICUയിലാണ്. മെഷീൻ വെന്റിലേറ്ററിലാണ് തീ തുടർന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നോക്കണം. ഇനി ബാക്കി ഇലക്ട്രിക്കൽക്കാരെല്ലാവരും വന്ന് അവർ പരിക്കായിട്ടൊന്നുമില്ല. നമ്മൾ ഇന്ന് വീണ്ടും ഈ മാറ്റിയവരെ ഒന്നും കൂടി പരിശോധിച്ച ശേഷം ഒന്നും കൂടി എല്ലാവരും വിശദമായിട്ട് പരിശോധിച്ച ശേഷം നമ്മൾ പറയാം. ഇപ്പോൾ അവിടെ എല്ലാവരും സേഫായിട്ട് മാറ്റി കഴിഞ്ഞു. ആർക്കും പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ സീനിയർ ഡോക്ടർമാരും എല്ലാവരും മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് നമ്മൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു, സ്റ്റാഫിനെ ഇവാക്യുവേറ്റ് ചെയ്തു, എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. ഓക്സിജൻ സിലിണ്ടർ അല്ല, വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് പോലെയാണെന്ന് തോന്നുന്നു. എന്താണെന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസ് ഇപ്പോൾ സേഫാണ്, ആർക്കും ഇതില്ല.